Oh boy, Mickey Mouse turns 90. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ മെട്രോ പ്ലസിൽ ഏതാനും നാളുകൾക്ക് മുൻപ് വന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടാണത്. മിക്കി മൗസിന് 90 യഥാർത്ഥത്തിൽ ഇങ്ങനെ ചുറുചുറുപ്പോടെ എല്ലാവരെയും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഓടി നടക്കുന്ന മിക്കി മൗസ് എന്ന ആ എലി ഇപ്പോൾ 90 വയസ്സ് ആയിരിക്കുന്നു. 1928 നവംബർ മാസത്തിലാണ് ആദ്യമായി വാൾട്ട് ഡിസ്നി ഈ എലിയെ ഇങ്ങനെ ആദ്യമായി കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിച്ചത്. 90 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ കുട്ടികളെ പ്രത്യേകിച്ചും പ്രായമായവരെ ഉൾപ്പെടെയുള്ളവരെ സന്തോഷിപ്പിച്ചും രസിപ്പിച്ചും കൗതുകത്തോടുകൂടെ ഓടി നടക്കുന്നു ഈ മിക്കി മൗസ് എന്ന എലി. പ്രായമാകുമ്പോഴും വർഷങ്ങൾ പലത് കഴിഞ്ഞാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്കെന്നും ആശ്വാസവും അനുഗ്രഹവുമാകുക, അതാണ് ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ക്രിസ്തുമസ് കാലത്ത് സമ്മാനങ്ങളുമായി കടന്നു വരുന്ന സാന്താക്ലോസ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൗതുകവും ആനന്ദവുമാണ്. ഇങ്ങനെ നീണ്ട ചുവപ്പ് അങ്കിയും അല്ലെങ്കിൽ കോട്ടും ധരിച്ച് വലിയ കുടവയറും ആയി ആ കുടവയറിങ്ങനെ കുലുക്കി ആടിയും പാടിയും മണിയടിച്ചും ഒക്കെ സമ്മാനങ്ങളുമായി കടന്നു വരുന്ന സാന്താക്ലോസിനെ കാണുവാൻ പിള്ളേർക്കും എല്ലാവർക്കും ഏറെ സന്തോഷമാണ്. അതിൻ്റെ താടി തടവി ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ആ അടുത്ത് പോയി ഒന്ന് നിൽക്കുവാൻ, സാന്താക്ലോസിനോടൊപ്പം നൃത്തം ചവിട്ടുവാൻ ഒക്കെ ഏറെ കൗതുകവുമാണ്. പ്രായമായവർ എന്നും കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ ആനന്ദവും അനുഗ്രഹവുമാകണം. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷം പകരുന്ന വ്യക്തികൾ തന്നെയാകണം കുടുംബത്തിലെ കാരണവന്മാരും സമൂഹത്തിലെ പ്രായമായ വ്യക്തികളും. 2017 ജൂൺ മാസം 27 ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ ദോമൂസ് സാങ്ത മാർത്തയിലെ ചാപ്പലിൽ വച്ച് നടത്തിയ ദിവ്യബലിയിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും യുവതീ യുവാക്കൾക്കും സമ്മാനിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പ്രായമായവരുടെ ജീവിതത്തിൽ ഉണ്ട്. അന്ന് പ്രഥമ വായന എടുത്തിരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ വിവരണമായിരുന്നു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്രകാരം 3 വാക്കുകൾ യഹോവയായ ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞതനുസരിച്ച് എഴുന്നേൽക്കുക, മുന്നോട്ട് നോക്കുക, പ്രത്യാശയോടുകൂടെ ജീവിക്കുക. ഗെറ്റ് അപ്പ്, ലുക്ക് ആൻഡ് ഹോപ്പ്. ഈ 3 പദങ്ങൾ ആണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ വിചിന്തനത്തിന് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, തന്നെപ്പോലെ തന്നെ ഇങ്ങനെ അല്പം പ്രായം കൂടിയപ്പോഴാണ് അബ്രാഹത്തെ യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നതും. എഴുന്നേൽക്കുക, മുന്നോട്ട് നോക്കുക, പ്രത്യാശയോടുകൂടെ നീങ്ങുക എന്നും ആവശ്യപ്പെട്ടത്. അബ്രാഹത്തിനോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെയും കുടുംബങ്ങളിലെ സമൂഹത്തിലെ പ്രായമായവർ, ഫ്രാൻസിസ് പാപ്പ തൻ്റെ തന്നെ ജീവിതം ഉദാഹരണമായി വിവരിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സ്വപ്നങ്ങൾ കൊടുക്കാൻ ഉള്ള വലിയ ഒരു ദൗത്യം, ഉത്തരവാദിത്വം സമൂഹത്തിൽ പ്രായമായവർക്ക്, കുടുംബത്തിലെ കാരണവന്മാർക്കുണ്ട് എന്ന് പറഞ്ഞു. അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്വപ്നം കാണുകയും യുവജനങ്ങൾക്ക്, കുടുംബത്തിലെ കുഞ്ഞുമക്കൾക്ക് ആ സ്വപ്നങ്ങൾ പകർന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പുതിയ തലമുറ കാത്തിരിക്കുന്നു എന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. അങ്ങനെ ലോകത്തിന് മുഴുവൻ
ആഗോള സഭയുടെ അജപാലന ദൗത്യം വിശ്വസ്തതാപൂർവം ഏറെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതം പോലെ തന്നെ സമൂഹത്തിലെ കാരണവന്മാർ, കുടുംബത്തിലെ പ്രായമുള്ളവർ, കുടുംബത്തിലെ മക്കൾക്ക്, സമൂഹത്തിന് മുഴുവനായി പുതിയ സ്വപ്നങ്ങൾ, പുതിയ പ്രത്യാശ, പുതിയ പ്രതീക്ഷകൾ പകർന്നു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയോ പേരാണ് ഇങ്ങനെ പ്രായത്തിൽ കൂടുമ്പോഴും ദൈവം അവരെ പ്രത്യേകമായ വിധത്തിൽ കടാക്ഷിക്കുകയും തിരഞ്ഞെടുക്കുകയും ദൗത്യമേൽപ്പിച്ച് നൽകുകയും ചെയ്യുന്നവർ. മോശയ്ക്ക് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ പുതിയ തേനും പാലും ഒഴുകുന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുവാനും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും ഏൽപ്പിക്കുക പ്രായം കുറച്ച് ആയപ്പോൾ തന്നെയാണ്. എങ്കിലും ആ മനുഷ്യൻ വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ യഹോവയായി ദൈവം കാണിച്ചു കൊടുത്ത ആ പാതയിലൂടെ മുന്നേറുന്നു. മോശസിനെ പോലെ കുടുംബങ്ങൾക്ക് ഒരു നല്ല നാളെ സമ്മാനിക്കുവാൻ വലിയ കടമയും കർത്തവ്യവും ഇന്നും നമ്മുടെ കുടുംബത്തിലെ മോശമാർക്ക്, കാരണവന്മാർക്ക് ഉണ്ട്. തോബിയാസ് തൻ്റെ ജീവിതം ഇങ്ങനെ വാർദ്ധക്യത്തിലായി, എങ്കിലും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ നീതിയിലും നിഷ്ഠയിലും ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമായി, മറ്റുള്ളവർക്ക് സാന്ത്വനമായി ജീവിക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടത്. എങ്കിലും ആ മനുഷ്യന് പരാതിയില്ല. അങ്ങനെയുള്ള ആ തോബിയാസിന് വേണ്ടി സഹായത്തിനാണ് റാഫേൽ മാലാഖയെ ദൈവം പറഞ്ഞയക്കുന്നത്. തോബിയാസിൻ്റെ പുസ്തകത്തിൽ നാം വളരെ ഹൃദയസ്പർശിയായ ആ ഭാഗം വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷകൻ്റെ വരവിന് വേണ്ടി ജനതയെ ഒരുക്കുവാൻ, അങ്ങനെ രക്ഷകൻ്റെ മുന്നോടിയായി കടന്നു വരുന്ന സ്നാപയോഹന്നാന് ജന്മം കൊടുക്കുക വാർദ്ധക്യത്തിലെത്തിയ സക്കറിയാസും എലിസബത്തിനും ആണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നാം വായിക്കുന്നതാണ്. 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയുമായിരുന്നു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രത്യാശ, ദൈവം പുതിയ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നു. സക്കറിയാസ് പറഞ്ഞത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പക്ഷേ ദൈവം ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രത്യാശയുമായി, പുതിയ ദൗത്യവുമായി കടന്നു വരുന്നു. മറിയത്തിൻ്റെ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായിക്കൊണ്ട് ആ വൃദ്ധ മാതാവ് എലിസബത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. അങ്ങനെ ഈ വൃദ്ധ ദമ്പതികളിൽ നിന്നാണ് കർത്താവ് യോഹന്നാനെ വിവരിക്കുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. അങ്ങനെയുള്ള ആ പ്രവാചകൻ, രക്ഷകൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത്. സക്കറിയാസ് തൻ്റെ പ്രവചന ഗീതത്തിൽ ഇപ്രകാരമാണ് ആത്മനിർവൃതിയോടുകൂടെ ആലപിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുന്നു. സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുന്നു. അങ്ങനെ തൻ്റെ ആ ഗീതത്തിലൂടെ തൻ്റെ ആത്മനിർവൃതിയുടെ അനുഭവം ഈ വാർദ്ധക്യത്തിലെത്തിയ പുരോഹിതൻ, വിശ്വസ്തയോടെ ദൈവത്തിന് ശുശ്രൂഷ അർപ്പിച്ചിരുന്ന സക്കറിയാസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട്
ദൈവം തൻ്റെ ജീവിതത്തിൽ നൽകിയ പുതിയ ദൗത്യം, അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സാഫല്യം അറിയിക്കുകയാണ്. ഓരോ കുടുംബത്തിലെ പ്രായമുള്ളവർക്കും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ പ്രത്യേകമായ ഉത്തരവാദിത്വം, കടമയുണ്ട്. രക്ഷകൻ്റെ വരവ് അറിയിക്കുവാൻ, ആ വിശുദ്ധ പൈതലിൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ ഉള്ള ദൗത്യം. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്വവും കടമയുമുണ്ട്. പൈതലായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപ്പും വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി അവിടെ പ്രായമായ ശിമിയോൻ എത്തുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന നീതിമാനായ ആ ദൈവഭക്തൻ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ നേത്രങ്ങൾ, എൻ്റെ കണ്ണുകൾ ഇതാ കണ്ടിരിക്കുന്നു. അങ്ങനെ ആ വയോനേത്രങ്ങൾക്ക് രക്ഷകനെ കൺകുളിർക്കെ കാണാൻ, അങ്ങനെ രക്ഷ മറ്റുള്ളവർക്ക് അറിയിക്കുവാൻ വേണ്ടിയുള്ള സൗഭാഗ്യമുണ്ടായി, ദൗത്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ ദേവാലയത്തിൽ ആ മുഹൂർത്തത്തിൽ എത്തിയ ആത്മാവിൻ്റെ കൃപയാൽ കടന്നു വന്ന അന്ന 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. അങ്ങനെ 84 നീണ്ട വർഷങ്ങൾ വൈധവ്യത്തിൽ കഴിഞ്ഞിരുന്ന അന്ന, അവളും രാപകൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നു. അവൾക്കാണ് ഈ സൗഭാഗ്യമുണ്ടായത്, ദിവ്യ പൈതലിനെ കാണുവാൻ. അങ്ങനെ എല്ലാവരോടും ദിവ്യ ശിശുവിനെക്കുറിച്ച് അവൾ സംസാരിക്കുവാനും സൗഭാഗ്യമുണ്ടായി. എത്രയോ പേർ ഇപ്രകാരം ദൈവം പ്രത്യേകമായ ദൗത്യം ഏൽപ്പിക്കുകയും അവരുടെ പ്രായത്തെ മറന്ന് ഈ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുന്നവർക്ക് അതിനുള്ള കരുത്തും കൃപയും അനുഗ്രഹവും ഒക്കെ സ്വന്തമാകുന്നു. ജോൺ 23-ാം പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ സരസ ശൈലിയിൽ ഇപ്രകാരം പറഞ്ഞത്: when the body gets worn out, the soul gets in shape എന്ന്. അതായത് നമ്മുടെ ശരീരം ഇങ്ങനെ വർഷങ്ങളുടെ നീണ്ട കാലഘട്ടം കഴിയുമ്പോൾ ശരീരം ശോഷിക്കുകയും തേയ്മാനം സംഭവിക്കുകയും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് കൂടുതൽ മനോഹരമായി തീരുന്നു, ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ പ്രായത്തിൽ നാം വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിലെ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലും കൂടുതൽ നമുക്ക് അനുഗ്രഹമായി മാറുന്നു. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവൻ. അത് ഓരോ വർഷം കൂടുമ്പോഴും ആ മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, അതിൻ്റെ ആന്തരിക സൗന്ദര്യം കൂടുതൽ പൊലിമയിലേക്ക് വർദ്ധിച്ചു വരിക തന്നെ വേണം. കാതറിൻ ഗ്രഹാം എന്ന ഒരു എഴുത്തുകാരി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നോ വൺ ക്യാൻ അവോയ്ഡ് ഏജിങ്, ബട്ട് ഏജിങ് പ്രൊഡക്റ്റീവ്ലി ഈസ് സംതിങ്. നമുക്കിങ്ങനെ പ്രായമാകുന്നത് നമുക്കാർക്കും പിടിച്ചു നിർത്താനാവില്ല, നിയന്ത്രിക്കാനാവില്ല. എന്നാൽ ഫലദായകമായ വിധത്തിൽ പ്രായമാകുന്നതാണ് ഏറ്റവും കരണീയം എന്ന് കാതറിൻ ഗ്രഹാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെയും ജീവിതത്തിൽ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ, നമ്മുടെ ഈ പ്രായത്തിലും സാധാരണ ഒഫീഷ്യൽ ജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്യുമ്പോഴും കുടുംബത്തിന്, ഇടവകയ്ക്ക്, കുടുംബ യൂണിറ്റുകൾക്ക്, പൊതുസമൂഹത്തിനൊക്കെ ആശ്വാസവും അനുഗ്രഹവുമാകുകയും അപ്രകാരം ഫലദായകമായ ഒരു വാർദ്ധക്യ കാലഘട്ടം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ സാഫല്യം അനുഭവിക്കാനാകുന്നു,
ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി നമ്മുടെയും സ്വന്തമായി മാറുന്നു. ചൈനീസുകാരുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഗ്രാമവാസികളുടെ എന്നും പ്രയാസം കൊടുത്തിരുന്ന, ആ ഗ്രാമത്തിനും പട്ടണത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന വലിയ ഒരു പർവ്വത നിരയുണ്ട്. ഈ ഗ്രാമവാസികൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഈ മലയുടെ ഇടയിലൂടെയുള്ള ഈ ഒറ്റയടി പാതയിലൂടെ ദീർഘദൂരം ഇങ്ങനെ വളഞ്ഞ് സഞ്ചരിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവയെല്ലാം തലച്ചുമടായി തിരികെ ഈ ഒറ്റയടി പാതയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു ദിവസം ചിന്തിച്ചു, ഞാനൊരു കാര്യം ചെയ്യും. ഈ വലിയ മലനിര ഇവിടെ നിന്ന് പിഴുതെടുത്ത് അകലെ കാണുന്ന ആ തടാകത്തിന് സമീപത്ത് കൊണ്ടുപോയി സ്ഥാപിക്കും. അങ്ങനെ ഈ ഗ്രാമവും പട്ടണവും തമ്മിലുള്ള പാത കൂടുതൽ സുഗമമാക്കി ഞാൻ മാറ്റും. ആ മനുഷ്യൻ അടുത്ത പ്രഭാതത്തിൽ തൻ്റെ ഒരു മമ്മട്ടിയും അതിനുള്ള സാമഗ്രികളുമൊക്കെയായി ഈ പർവ്വത നിരയുടെ അടുത്ത് ചെന്ന് സാവധാനം ഈ കരിങ്കല്ലും കട്ടക്കല്ലും മണ്ണുമെല്ലാം എടുത്ത് ഈ തടാകത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുവാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇപ്രകാരം ഒരു ഉദ്യമത്തിന് ഇറങ്ങിയപ്പോൾ ഗ്രാമവാസികളെല്ലാവരും ഈ മനുഷ്യനെ കളിയാക്കി. അവർ പറഞ്ഞത്, പ്രായമായപ്പോൾ ഇതാ ഈ മനുഷ്യന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നു, ബുദ്ധിക്ക് പ്രയാസം സംഭവിച്ചിരിക്കുന്നു, എന്തോ അല്പം പ്രശ്നങ്ങൾ ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്. അവരുടെ ആരുടെയും കളിയാക്കലും പരിഹാസവാക്കുകളും ശ്രദ്ധിക്കാതെ ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇപ്രകാരം അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഇളയ മകൻ അത് കാണും. ഞാൻ അവനോടൊപ്പമാണല്ലോ താമസിക്കുന്നത്. അവൻ തീർച്ചയായും എന്നെ സഹായിക്കാനെത്തും. അവനും എന്നെ സഹായിക്കാൻ വരുമ്പോൾ ഭാര്യയും അവരുടെ മക്കളും അവരോടൊപ്പം ചേരും. എൻ്റെ ഇളയ മകനും ഭാര്യയും കുടുംബാംഗങ്ങളും എന്നെ സഹായിക്കാൻ വരുമ്പോൾ അതിന് മൂത്ത 3 മക്കളുണ്ടല്ലോ, അവരും സാവധാനം ചേരും. അങ്ങനെ അവർ ചേർന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ ഗ്രാമവാസികളും അവരുടെ സഹായത്തിനെത്തും. അങ്ങനെ ഈ വലിയ മലനിര ഇവിടെ നിന്ന് പിഴുതെടുത്ത് ആ തടാകത്തിന് സമീപം കൊണ്ടുപോയി നിക്ഷേപിക്കും. വർഷങ്ങളായി ഈ ഗ്രാമവാസികൾക്ക് പ്രശ്നമായി നിലകൊണ്ടിരുന്ന ഈ മലനിര നിരത്തി പുതിയ സൗകര്യപ്രദമായ പാത ഞാൻ ഇവർക്കായി ഒരുക്കും. അദ്ദേഹം അപ്രകാരം തൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം തുടങ്ങി. സാവധാനം ഈ പ്രവർത്തനത്തിന് സഹായിയായി തൻ്റെ ഇളയ മകൻ വന്നു. കുടുംബവും ചേർന്നു. അതോടൊപ്പം മറ്റു സഹോദരങ്ങളും മറ്റു മക്കളും അവരുടെ കുടുംബങ്ങളും സാവധാനം ആ ഗ്രാമവാസികൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ പങ്കുചേർന്നു. ആഴ്ചകൾ പലത് കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ഏതാനും നാളുകൾക്ക് ശേഷം ഇതാ ഈ ഗ്രാമവാസികൾക്ക് നൂറ്റാണ്ടുകളായി പ്രതിബന്ധമായിരുന്ന ഈ വലിയ മലനിര അവർക്ക് പകരം സുഗമമായ ഒരു പാത ഒരുക്കാനായി. വാർദ്ധക്യത്തിൻ്റെ അവസരം ഫലദായകമായി പൊതുസമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ആയിത്തീരുമ്പോൾ തീർച്ചയായും അവിടെ പുതിയ അനുഗ്രഹം ജീവിതത്തിൽ കടന്നു വരുന്നതോടൊപ്പം വലിയ സാഫല്യവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിക്കാനാകും. പോൾ 6 പാപ്പയാണ് ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുള്ളത്, ഓൾഡർ ദ ഫിഡ്ലർ സ്വീറ്റർ ദ മെലഡി എന്ന്. അതായത് വയലിൻ സംഗീതം കൂടുതൽ ആസ്വാദ്യകരമായി തീരുന്നത്, മധുരതരമായി മാറുന്നത് അനുഭവസമ്പത്തുള്ള പ്രായം കൂടിയ വയലിൻ വായനക്കാരൻ അത് ഉപയോഗിക്കുമ്പോഴാണ്. ഓൾഡർ ദ ഫിഡ്ലർ സ്വീറ്റർ ദ മെലഡി. 96 വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞത് 5 വർഷങ്ങൾക്ക് മുൻപ്. അപ്പച്ചൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ഹോബി ഉണ്ടായിരുന്നു.
വളരെ രസാവഹമായ ഒരു ഹോബി. ഇങ്ങനെ ചരിത്രത്തിൽ 90 വയസ്സിന് ശേഷം സമൂഹത്തിനും മറ്റും വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളുടെ ചരിത്രവും പേരും ചരിത്രവും ഹ്രസ്വമായൊരു ചരിത്രവും അവർ നൽകിയ സംഭാവനകളും ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. എന്നെ ആദ്യം അത് അതിശയിപ്പിച്ചു. പക്ഷേ തൻ്റെ ജീവിതം ഇപ്രകാരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഫലദായകമായി തീരണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാകാം അപ്രകാരം ചെയ്തിരുന്നത്. ഇറ്റാലിയൻ സംഗീതജ്ഞനായ ജുസേപ്പെ വെർദി തൻ്റെ പ്രസിദ്ധമായ ഓപ്പറ ഫാൾസ്റ്റാഫ് എഴുതിയത് അദ്ദേഹത്തിന് 80 വയസ്സ് ഉള്ളപ്പോഴായിരുന്നു. 89ാമത്തെ വയസ്സിലാണ് ജർമ്മൻ പ്രകൃതിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫോൺ ഹുംബോൾട്ട് കോസ്മോസ് എന്ന സുപ്രസിദ്ധമായ രചന പൂർത്തീകരിച്ചത്. മൈക്കിൾ ആഞ്ചലോ അദ്ദേഹം വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആ ബൃഹത്തായ താഴികക്കുടത്തിന് രൂപകൽപ്പന ചെയ്തപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് 9 പതിറ്റാണ്ട് ജീവിച്ച് ഉള്ള അനുഭവം കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അനുഗ്രഹമായ മെട്രോമാൻ ഇ ശ്രീധരൻ എന്ന ആ കർമ്മയോഗി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരുകൂടെയാണ് കർമ്മയോഗി. അദ്ദേഹം ജനിച്ചത് 1932 ജൂൺ മാസം 12-ാം തീയതിയാണ്. 87-ാം വയസ്സിലും ഇങ്ങനെ ചുറുചുറുക്കോടെ ദീർഘവീക്ഷണത്തോടുകൂടെ പ്രവർത്തിക്കാനും കാര്യക്ഷമമായി ഒരു പ്രവർത്തിക്കുവാനുമുള്ള പ്രചോദനം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. വാർദ്ധക്യം ഫലദായകമാകണം, അനുഗ്രഹപ്രദമായി മാറണം. ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വേൾഡ് അസംബ്ലി ഓഫ് ദി ഏജിങ്ങിൽ അദ്ദേഹം അയച്ച ആ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞത്: പ്രായമായവർ ഒരു ഭാരമല്ല, അവർ അനർഘ നിധിയാണ്. തീർച്ചയായും അവരുടെ സാന്നിധ്യം, സാമീപ്യം, അവർക്ക് സാഫല്യമടയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഫലദായകമായി നൽകുമ്പോൾ എത്രയോ അനുഗ്രഹീതമായി അവരുടെ ജീവിതം. പ്രത്യേകിച്ച് പ്രായമായ കുടുംബത്തിലെ വ്യക്തികൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും അങ്ങനെ ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഈ വർഷങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് മനോഹരമാക്കി മാറ്റുകയും അവരുടെ ജീവിതം കൂടുതൽ സാഫല്യമാക്കി മാറ്റുകയും ചെയ്യണം. അങ്ങനെ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പ്രത്യാശയാൽ ശക്തമാക്കപ്പെട്ട ഒരു ജീവിതം, എന്നും പ്രതീക്ഷയോടുകൂടെ അബ്രാഹത്തിനോട് പറഞ്ഞതുപോലെ ഗെറ്റ് അപ്പ്, ലുക്ക് ആൻഡ് ഹോപ്പ്, അങ്ങനെ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്ന ഒരു ജീവിതം നയിക്കാൻ സാധിച്ചാൽ എത്രയോ അനുഗ്രഹമായി. പിതാവിൻ്റെ പക്കലേക്കുള്ള ആ ജീവിതത്തിനായി അവർ ഒരുങ്ങുമ്പോൾ അവസാന നിമിഷം വരെയും അവരുടെ ജീവിതം എന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. കുടുംബത്തിലെ കാരണവന്മാർ, നമ്മുടെ വൃദ്ധ മാതാപിതാക്കൾ ഒരു വിധത്തിലും അവരെ അരികുകളിൽ ആക്കപ്പെടാതെ, മാർജിനലൈസ് ആകപ്പെടാതെ, പുറംപോക്കിലേക്ക് അവരെ തള്ളിവിടാതെ, വിസ്മൃതിയിൽ ആക്കാതെ അവരുടെ സാന്നിധ്യം കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക്, വളരുന്ന യുവത്വത്തിന് അനുഗ്രഹമാകുകയും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശയും വലിയ നിധിയായി കുടുംബാംഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ വലിയ സമ്പത്താണ്, അനുഗ്രഹീതമായ അനർഘ നിധിയാണ് നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവർ എന്ന് നാം തിരിച്ചറിയും. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അബ്രാഹത്തെയും വാർദ്ധക്യത്തിൽ വന്ധ്യയായി എന്നറിയപ്പെട്ടിരുന്ന സാറയെയും ഒരു ജനതയുടെ പിതാവാകാൻ ക്ഷണിച്ച അങ്ങ്, പ്രായമായ അവസ്ഥയിൽ പോലും മോസസിനെ ദൈവജനത്തെ നേതൃത്വത്തിലേക്ക് നയിക്കുക, അവരുടെ നേതൃത്വത്തിന് വിളിച്ച അങ്ങ്
ഞങ്ങളുടെയും കുടുംബങ്ങളിലുള്ള പ്രായമായവരുടെ സാന്നിധ്യം കുടുംബത്തിന്, സമൂഹത്തിന് അനുഗ്രഹമായി മാറ്റാൻ അവരെ ആശീർവദിക്കണമേ. രക്ഷകൻ്റെ വരവിനായി അങ്ങൊരുക്കിയത്, തിരഞ്ഞെടുത്തത് യോഹന്നാൻ്റെ മാതാപിതാക്കളാകാൻ വിളിക്കപ്പെട്ടത് സക്രിയാസിനെയും എലിസബത്തിനെയുമായിരുന്നു. അതുപോലെ രക്ഷകൻ്റെ സാന്നിധ്യം കുടുംബാംഗങ്ങൾക്ക്, സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നാളുള്ള അവിശ്വാസത്തിൽ ആഴപ്പെട്ട ഞങ്ങളുടെ പ്രായമുള്ള കുടുംബാംഗങ്ങളെ കൂടുതൽ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, വാർദ്ധക്യം ഒരനുഗ്രഹമാണ്. ആ വർഷങ്ങളുടെ പരിചയം, അനുഭവ സമ്പത്ത് സമൂഹത്തിന് വലിയ മനോഹാരിതയാണ്. വാർദ്ധക്യത്തിൽ ഉള്ളവരെ നമുക്ക് എന്നും സ്നേഹത്തോടു കൂടെ അവരെ പരിഗണിക്കാം. അവർ എന്നും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങൾ പ്രായമായി എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ സ്വപ്നങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.